ഹായ് കൂട്ടുകാരെ, ഷിറ്റുച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണ്യ ഷിജു. ഇന്ന് സന്തോഷമാണ് ശരണ്യക്ക്. ഇന്ന് ശരണ്യ വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയാവോ? ചട്ടിച്ചോറ്. ആലപ്പുഴക്കാരുടെ ചട്ടിച്ചോറ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് ആലപ്പുഴക്കാരുടെ ചട്ടിച്ചോറാണ്. ചട്ടിച്ചോറ്, ശരണ്യയുടെ സ്വന്തം ചട്ടിച്ചോറ് അല്ലേ? എന്റെ ഒരു കറി വെച്ചുള്ള ചട്ടിച്ചോറ്, അത് ആലപ്പുഴ മാത്രം. അതെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആദ്യം തന്നെ ചോദിക്കുക. അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും അതുപോലെ നിങ്ങൾ തരുന്ന വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകൾക്ക് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് അല്ലേ? അതെ. അപ്പം കൂട്ടുകാരെ, നമുക്ക് ചട്ടിച്ചോറിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം കേട്ടോ. കൂട്ടാക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് ചട്ടിച്ചോറിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, ഈ ചട്ടിച്ചോറ് ശരണ്യ ചെയ്യുന്നത് 2 ദിവസമായിട്ടുള്ള വീഡിയോയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസത്തെ ഉള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ഒറ്റ ദിവസം തന്നെ ചെയ്തതല്ല. കാരണം തലേ ദിവസം വൈകുന്നേരം മീൻ മേടിച്ച് അതെ അതെ വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് പറഞ്ഞറിയിക്കുന്നില്ല, വീഡിയോയിൽ കാണാം. കൂട്ടുകാരെ, അച്ഛൻ 2 മീൻ മേടിച്ചു, 2 ചൂര മേടിച്ചു കൊടുത്ത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് വിലയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. ഇവിടെ കിലോ 200 രൂപയാണ് ചൂരക്ക് അല്ലേ? അപ്പൊ ഞാൻ ഓർത്തേ നമുക്ക് വൈകുന്നേരം കറി വെച്ച് വെക്കാതെ, അപ്പൊ പുളിയെല്ലാം പിടിച്ച് നല്ല മുളകെല്ലാം പിടിച്ചിരിക്കും. അതിന് ഞാൻ ഇപ്പം വെട്ടാൻ പോവാം. അതെ, തലേ ദിവസം ആകുമ്പോ പുളിയൊക്കെ പിടിച്ചിരിക്കും. അപ്പൊ ശരണ്യക്ക് നാളെ പണിയും കുറഞ്ഞു കിട്ടും. അതാണ്, അത് പറയുന്നില്ല. അതെ അതെ അതെ. അപ്പൊ നമുക്ക് മീൻ വെട്ടുന്ന വീഡിയോക്ക് പോവാം. ഇന്ന് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്നുണ്ടോ? നാളെ അമ്മക്കെല്ലാം തിരക്ക്. എന്താണെന്നറിയോ, നാളെ നമുക്ക് കുറെ പാക്കിങ്ങിന് ഓർഡർ വന്നിട്ടുണ്ട്. ഈ വന്നിട്ടുണ്ട്. അപ്പൊ അവർ ആ തിരക്കായി പോകും. അപ്പൊ നമുക്ക് നാളെ വെക്കാൻ നേരമില്ല. അപ്പൊ ഞാൻ ഇന്ന് മീനും കറി വെച്ച് മോരും കാച്ചാണ്. പിന്നെ ബാക്കി കറി നാളെ. അപ്പൊ അങ്ങനെയാണ് നാളത്തെ ശരണ്യയുടെ ഒരു അടിപൊളി ചട്ടിച്ചോറ്. നമുക്ക് മീൻ വെക്കാം. അപ്പൊ എല്ലാരും ഇതുപോലെ ചട്ടിച്ചോറൊക്കെ ചെയ്ത് നോക്കണം അല്ലേ? ഞാൻ വെക്കുന്ന കറി തന്നെ നിങ്ങളും വെച്ച് നോക്കാം. അതെ. അപ്പൊ ഇനി അതിന് എന്തൊക്കെ കറികളാണ് ശരണ്യ വെക്കാൻ പോകുന്നത്? കുറച്ച് പറഞ്ഞാ മതി. നമ്മള് മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, മോരുണ്ട്, പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കണം. തോരൻ വെച്ചാ ബീട്രൂട്ട് തോരൻ, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ ചെമ്മീൻ ചമ്മന്തി അല്ലേ? ഉരുളക്കിഴങ്ങ് പറ്റിയെങ്കിൽ മെഴുക്കുവരട്ടി വെക്കും. അപ്പൊ ഇത്ര ഐറ്റം ഉണ്ട് ചട്ടിച്ചോറ്. ഇത്ര ഐറ്റം ഉണ്ട് കൂട്ടുകാരെ. ഞാൻ 2 ചൂര വെട്ടിക്കൊണ്ട് ഓടി വരാം. അപ്പൊ കൂട്ടുകാരെ, ശരണ്യ ഇരുന്ന് ചൂര വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വൈകിട്ട് കിട്ടിയാ രാവിലെ പണി സുഖമാണല്ലേ? പിന്നെ രാവിലെ അമ്മ ചോറ് വെച്ചാ മാത്രം. അതെ അതെ അതെ. ശരണ്യ, ആ കൊല്ലം ശരണ്യക്ക് വെട്ടാൻ പറ്റിയില്ലല്ലോ. എന്താണോ കാറ്റ് വന്നപ്പോഴേ ഒടിഞ്ഞു വീണുപോയി. പിന്നെ ഈ പഴത്തിനെല്ലാം അങ്ങനെ പറ്റിയതുണ്ടല്ലോ, വിളഞ്ഞിട്ടും ഇല്ല. റോബസ്റ്റയാണ്, പൂങ്ങായിപ്പോയി അല്ലേ? വേറെ തീരെ ഇതായിപ്പോയി, കിളുന്ത്. എന്നാ വെട്ടിക്കോ. ശരണ്യ ചൂര വെട്ടണ വീഡിയോയൊക്കെ ഒത്തിരി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അതെ 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 അതെ. നമ്മുടെ കൂട്ടുകാർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ അത് ശരിയാ. ചൂര വെട്ടാനാണ് സുഖം അല്ലേ? അച്ഛൻ വന്നു. ചൂര വെട്ടാൻ സുഖം. അച്ഛൻ മീൻ തന്നിട്ട് ഒരു സ്ഥലം വരെ പിന്നെയും പോയി. അമ്മ, ആ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുത്തേന്. അച്ഛൻ ഈക്കോയുമായിട്ടാ പോയെന്ന്. എങ്ങനെയാണ് പൊളിക്കണമെന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുത്തേ. കൂട്ടുകാരെ, കൂട്ടുകാരെ പൊളിക്കണം.
അതിന്റെ ഉടുപ്പ് അങ്ങോട്ട് ഊരി അടിക്കുകയാണല്ലേ. ചൂര ചിലര് കല്ലായിട്ട് തേച്ചെടുക്കും, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ തൊലി ഊരിയെടുക്കണം. ഞാൻ മിക്ക മീനിന്റെ തൊലി ഊരിയെടുക്കും, പറ്റുന്ന മീൻ്റെ എല്ലാം തൊലി ഊരിയെടുക്കും. എനിക്കല്ലെങ്കിൽ മനസ്സിൽ പിടിക്കത്തില്ല. നമ്മൾക്ക് തിരുത്തി നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോ അല്ലേ, അതുകൊണ്ട് ഞാൻ കണ്ടാ കൂട്ടുകാരെ അതെ തൊലി ഉരിയത് കണ്ട. ഇവിടുത്തെ നമ്മൾ ചെത്തും. ശരണ്യ എന്തോ മീൻ വെട്ടിയാണോ? മീൻ വെട്ടുക, മീൻ മുറിച്ചോണ്ടിരിക്കുക. ഇതേ കണ്ട നല്ല പച്ച മീനാണ് കൂട്ടുകാരെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ. ശരണ്യ എന്തോ ഞാൻ ഇവിടെ വന്നിരുന്നത് ശരണ്യ കണ്ടില്ല, അറിഞ്ഞില്ല. പിന്നെ മീൻ എങ്ങനെയുണ്ട്? പച്ച മീനല്ലേ? അടിപൊളി മീനാ. ഞാനും എനിക്ക് തട്ട് കടക്കാരൻ പറഞ്ഞത്, ഈ കടക്കാരൻ പറഞ്ഞ് ചേട്ടൻ ധൈര്യമായിട്ട് കൊണ്ടുപോകും, കുഴപ്പമില്ലാത്ത മീനാണെന്ന് എനിക്ക് പറഞ്ഞു. പിന്നെ ഈ വന്ന മീൻ എന്താണ് സൈസാണെന്ന് അവര് പറയും ഇങ്ങനെ. നമുക്ക് ഇവിടെ കുറെ കിട്ടി എത്രയുണ്ട്, കുഴപ്പമില്ലല്ലേ ശരണ്യ? കണ്ടാ കൂട്ടുകാരെ നല്ല പച്ച മീനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ശരണ്യ അത് കട്ട് ചെയ്തോണ്ടിരിക്കണല്ലേ, ഒന്ന് കാണിച്ച മീൻ കട്ട് ചെയ്ത് ശരണ്യക്ക് വറുക്കാനും വേണ്ടേ? അച്ഛൻ എവിടെ പോണച്ചാ? കവർ വേണം, കവർ വേണ്ടേ? അത് മേടിക്കാനായിട്ട് അച്ഛൻ മണ്ണഞ്ചേരിക്ക് പോയി. അപ്പൊ അത് കവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 9 മണി കഴിയും കട തുറക്കുമ്പോ. അതെ അതെ നമ്മുടെ തൊഴിലിന് തടസ്സം വരും. അപ്പൊ അതിലും നല്ലത് ഇപ്പൊ ചെന്ന് മേടിച്ചു വെച്ചാൽ നാളത്തെ കാര്യം നടക്കും. അപ്പൊ ഞാൻ പോയി കവർ എടുത്ത് മേടിച്ചു വരാം കേട്ടോ. അതെ 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 പോയിട്ട് പോയി. വേറെ വല്ലതും വേണം ഇവിടെ? വേണ്ട വൈകുന്നേരം വേണ്ട, ബാക്കി എല്ലാം ഉണ്ടല്ലോ ഇവിടെ, ഇവിടുത്തെ വീട്ടിലെ കാര്യത്തിനും ഉണ്ടല്ലോ. വൈകുന്നേരം സമയമാണ് സൂക്ഷിച്ചു പോണം, തിരക്കൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ ആദ്യമൊന്നും അല്ല എന്നാലും സൂക്ഷിച്ചു പറഞ്ഞത് ശരിയാണ്, വൈകുന്നേരം ടൈമാണ്. ശരി ഓക്കെ എന്നാ ശരി. അപ്പൊ ശരണ്യ അങ്ങനെ ഇത് കട്ട് ചെയ്ത് പിന്നെ സൈഡൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയാണല്ലേ. എനിക്ക് ഒരു സൈഡ് തൃപ്തിയായില്ല. അപ്പൊ അതിന് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരണ്യ എന്നാ അടിക്കാണ്? ഞാൻ സവാള അരിയോ എന്തോ ഞാൻ അരിഞ്ഞുതരാം. വെളുത്തുള്ളി പൊളിച്ചോ? വെളുത്തുള്ളി അല്ല സവാള അരിഞ്ഞുതരാം, അരിഞ്ഞുതരാം, വെളുത്തുള്ളിയും പൊളിച്ചു തരാം. അപ്പൊ ശരണ്യ അടുത്ത പരിപാടി നോക്കിക്കോ. അതെ അടുത്തത് നോക്കിക്കോ. അമ്മ തന്നെ മോര് കച്ചാമ നാളെ ഞാൻ പാക്ക് ചെയ്യാൻ പോണേന് ഇന്ന് എല്ലാം റെഡിയാക്കി വെക്കണല്ലേ. അമ്മ സവോള അരിഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്. നാളെ പിന്നെ ഞാൻ നാളെ ശരണ്യ ഇവിടെ ഫുഡ് അറിയാവോ? ചട്ടിച്ചോറ്. അപ്പൊ എന്നാ കറിയൊക്കെ വെക്കണുണ്ട്? ഇല്ല ഞാൻ കേട്ടില്ല. ബീറ്റ്റൂട്ട് തോരൻ, മുട്ട പൊരിച്ചത്, മോര് കാച്ചിയത്, മീൻ വറുത്തത്, മീൻകറി, പിന്നെ ഒരു മെഴുക്കുവരട്ടി, പിന്നെ നമ്മുടെ ചെമ്മീനും തേങ്ങായും കൂട്ടിയ ചമ്മന്തി. അപ്പൊ ഇത്രയും കറി നാളെ വെക്കണേന് ഇന്ന് എന്നാക്കെ വെക്കണുണ്ട്? പിന്നെ മീൻകറി മോരും മാത്രം കാച്ചിനുള്ളൂ. ബാക്കി നാളെ ചെയ്തോളൂ. ബാക്കി നാളെ. ശരണ്യ എന്താ ശരണ്യ ഇതെന്തിനാണ് ഏത്തപ്പഴമൊക്കെ? മോര് കാച്ച, ഏത്തപ്പഴത്ത് മോര് കാച്ച നല്ല ആണോ? തലേ ദിവസം വെച്ച് നോക്കണം, സൂപ്പർ രുചിയാന്നറിയാവോ? ആണല്ലേ. അപ്പൊ കൂട്ടുകാരെ കണ്ട അതെ ഏത്തപ്പഴം അരിഞ്ഞിട്ട് ഇതിങ്ങനെ വട്ടത്തി അരിഞ്ഞിടിയാണ്. നടുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് വേണ്ടേ? അതൊരു എനിക്കിപ്പം തോന്നി ഇതാ ഭംഗിയെന്നു. അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ശരണ്യ എന്തോ എന്നാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്? ഇപ്പം ഏത്തപ്പഴവും പച്ചമുളകും ഉപ്പും കൂടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് മോര് കാച്ചുന്നത്. ഞാനിതാണ് മോര് കാച്ചുന്നത്. ഇപ്പൊ മോര് കാച്ച് തേങ്ങ തിരുമ്പി തന്നെ അമ്മയായിരിക്കും, ഞാനല്ല. ശരി കൂട്ടുകാരെ അതെ രണ്ടുപേരും കൂടി തെറുതിക്ക് പണിയാണ്. അമ്മ സവോളയൊക്കെ അരിഞ്ഞ് അല്ലേ. ഇന്ന് വേണം ബീറ്റ്റൂട്ടും കുത്തി വെച്ചേക്കാം. അപ്പൊ എനിക്ക് നാളെ അയ്യോ കൊച്ചേ ഇന്ന് തന്നെ കറിയും വെച്ചു പോയി. എല്ലാം പണി അത് കണ്ടമ്മ എല്ലാം എളുപ്പപ്പണിക്ക് നോക്കിയാണ് ശരണ്യ. കൊത്തി എടുത്ത് കടുവ് വറുത്ത് വെച്ചാ പോരെ, അതെ കളർ പോകും.
ശരണ്യ എന്തോ എന്നെ എടുക്കാൻ പോവുകയാണ്. മീന് മുളകും മല്ലിയെല്ലാം വറക്കാൻ പോവാ. ആ അപ്പം അങ്ങനെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്നാ മീന് വറുക്കാൻ പോണോ? മുളകും മല്ലി ആ മുളകും മല്ലിയും വറുക്കാൻ പോണം. വെള്ളം പറ്റി ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാണേ. ആ ശരണ്യ എന്തോ നമ്മുടെ ഏത്തനവിടെ പഴുത്ത ആഹാ തിളച്ചണ്ടിരിക്കുകയാണല്ലേ. ഏത്തന്റെ പോലെ ഇവിടെ ഇല്ല. ഇവിടെ ഞാലിപ്പൂവനും ഏത്തം എന്താന്ന് ചോദിച്ചതാണ്. ഒരബദ്ധ ആർക്കാണെങ്കിലും പറ്റും. പറ്റും. എന്നാണ് എടുക്കാൻ പോണത്? ഉലുവ. ആ അലുവായ അലുവ അല്ല എല്ലാം കൂടെ തെറ്റിച്ച് ഉലുവ. ആ ഉലുവ. ദേ, ആ ഉലുവായിട്ട് നീ പിന്നെ തടിയിൽ വെച്ചേക്കട്ടെ. ആ നമ്മുടെ അമ്മ അടിപൊളിയായിട്ട് ഒന്ന് പൊക്കി കാണിക്കുക, ക്യാമറയിൽ കാണണ്ടേ. ആ നമ്മുടെ അമ്മ എല്ലാം അടിപൊളിയായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ട്. അതെ നമുക്ക് ഇതാ കൊച്ചിനെ പൊട്ട് കേട്ടോ. അതെ 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 കൂട്ടുകാരെ കണ്ട എന്നാണ് ശരണ്യ കരിയാപ്പ് എപ്പോഴും നടക്കില്ല. കരിയാപ്പ് കരിവേപ്പ് എല്ലാം ഇട്ടു ശരണ്യ. ആ ഞങ്ങള് കരിയാപ്പ് സൂക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെ ആ ആ ഇങ്ങനെ അപ്പൊ അതിൽ ചെയ്യാതിരിക്കും. അതിൽ കഴുകി അടച്ചു വെച്ചേക്കും. ഇല്ല നമ്മള് കുറേശ്ശെ എടുത്ത് അന്നാലേ കഴുകുള്ളൂ. എന്നാലേ കടുവ ഇതാകുമ്പോ ഫ്രിഡ്ജിൽ വെച്ചെന്നാ അങ്ങനെ ഇരിക്കുമല്ലേ. ചീഞ്ഞു പോകത്തില്ല. ഇങ്ങനെ വെച്ചാൽ മതി എല്ലാവരും. ഇളക്കട്ടെ. അത് ഇളക്കിക്കൊടു കൊറേ നേരമായി. ഇളക്കി. ഇപ്പൊ കൂട്ടുകാരി ഇത്ര സാധനങ്ങളാ ചേർക്കാം മീൻ കറിക്കകത്ത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പൊ കൂട്ടുകാരെ നമ്മള് ചൂരക്കറിയൊക്കെ വെക്കണ വീഡിയോ കൊറേ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കൂട്ടുകാരെ നമ്മള് ചൂരക്കറിക്കകത്ത് ഇച്ചിരി കായപ്പൊടി ചേർക്കാൻ നല്ലതാ. ശരണ്യാണ് ഇങ്ങനെ ചേർക്കാറുള്ളതല്ലേ. ഞാൻ ചേർക്കാൻ അമ്മ ചേർക്കത്തില്ല. അമ്മ ചേർക്കല്ലേ. കുരുമുളക് പൊടി ചേർത്താലും നല്ലതാ. ആ കുരുമുളക് ചേർക്കും. ഇപ്പൊ ഇട്ടു. ഇപ്പൊ ഒന്ന് മൂത്ത് വേണം. അതെ ആ പുളിവെള്ളം നമ്മൾ ഒഴിക്കാൻ പോവാം. ആ പുളിയും ഇടുക. പിന്നെ പുളി ഉണ്ട്. മീൻ പിടിക്കണ്ടോ? ആ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ. ഇനി ഒന്ന് തിളക്കണം. നമ്മുടെ അച്ഛൻ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ പെട്ടെന്ന് ആ പെട്ടെന്ന് വന്ന്. ഇനി എന്നാണ് പരിപാടി? ഇനി ഇത് തിളക്കണം. ആ തിളച്ച് കഴിയുമ്പോ നമ്മുടെ കഷ്ണം എടുത്തില്ല. ഞാൻ ഉപ്പിട്ടില്ല. ഉപ്പിടട്ടെ. ആ ആ ഇനി ഉപ്പിട്ട് വെച്ചും തിളക്കണം അല്ലേ. ഉപ്പിട്ടിട്ട് തിളക്കണം. അപ്പൊ കൂട്ടുകാരെ ഞാൻ ആ പാത്രത്തിൽ ഇങ്ങോട്ട് വെച്ചു. കാരണം ഞാൻ അച്ഛനും അവനും കഞ്ഞി വേണം. അതിന് കഞ്ഞി ഉണ്ടായി വെച്ചോണ്ടിരിക്കാം. അച്ഛന് മോര് കാച്ച. എന്താണ് പറഞ്ഞു? അമ്മയോടെ ഞാൻ തൈരും കൂടെ വെച്ചരയ്ക്കാൻ പറഞ്ഞു. അമ്മ തൈര് വെച്ചരച്ചോ ഒരു സംശയം. എന്നാ ചോദിച്ചു. അമ്മ തൈര് തൈര് വെക്കാൻ മറന്നുപോയാ. അപ്പൊ അതേ കൂട്ടുകാരെ കണ്ട അതേ അരച്ചി. അപ്പൊ തൈര് കൂട്ടി അരക്കണമെന്ന് ശരണ്യ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നിയെടുത്തപ്പോലെ. അപ്പൊ ഞാൻ ഇത് കുറച്ച് പാത്രത്തിൽ ഒഴിക്കണം. എന്നാലേ എനിക്ക് ആക്കി അരയ്ക്കാൻ പറ്റത്തുള്ളൂ. തൈരുമായിട്ട് അടിച്ച്. ആ അപ്പൊ അങ്ങോട്ട് ഒഴുക്കി. ഞാൻ ഈ പാത്രത്തിൽ ഒഴിക്കുവാണ്. ഒഴിച്ചു. ആ ഇനി നമുക്ക് അരപ്പില്ല. ഇങ്ങോട്ട് ഒഴിക്കാം. അത് ആ പാത്രത്തിൽ തന്നെ അടിച്ചാണല്ലേ എടുക്കണം. അതെന്താണ് മോര് രണ്ടായിട്ട് അടിക്കണം. അടിക്കണം. അപ്പൊ ഞാൻ മോര് വേറെ പാത്രത്തോട്ട് ഒഴിച്ചു വെച്ചു. ആ അപ്പൊ കൂട്ടുകാരെ കണ്ട അതെ ഇതാണ് നമ്മുടെ മോര് കാച്ചണത്. ഏത്തപ്പഴം ഇട്ടുണ്ട്. ഏത്തപ്പഴം കാച്ചിയത്. ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നമ്മൾ ചെയ്യണേവാ. ഇച്ചിരി വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ കഴുകി ഒന്ന് ഏത്തപ്പഴമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ കൂട്ടുകാരെ. അതിൻ്റെ അകത്ത് ആ ഏത്തപ്പഴം ഇട്ട്. ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ. നല്ല മോര ആണോ?
അടിപൊളി മോരാണല്ലേ? അടിപൊളി മോര്. എന്താ കൂട്ടുകാരെ, ഇങ്ങനെയൊക്കെ നിങ്ങളും ഒന്ന് ചെയ്യണം കേട്ടാ. വലിയ ചിലവൊന്നുമില്ല. ഏത്തപ്പഴം ഇട്ട് വീട്ടിൽ മേടിക്കുന്ന ഏത്തപ്പഴം എടുത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നല്ലോ, പൈനാപ്പിൾ ഇട്ട് ഇട്ട് കഴിക്കും. പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചിയത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ? ആ, പുളിശ്ശേരി എന്നും പറയും. പുളിശ്ശേരി. അതെ, അതും കണ്ടു നോക്കണം, ഇങ്ങനെ വെച്ച് നോക്കണം. ചെറുതായിട്ട് ചൂടായി നമുക്കൊന്ന് കടുക് വറക്കാം. കടുക് വറുക്കാൻ പോണ് ശരണ്യ. എണ്ണ ഒഴിക്കാൻ പോവാ. ആ, അമ്മ അവിടെ വന്ന് എന്തൊക്കെ അത് ചെയ്യുന്നുണ്ട്. അമ്മ കഞ്ഞിയുടെ തീ കുറയ്ക്കാൻ വന്നു. ആണല്ലേ? ഇതിന് കഞ്ഞി എന്നാ അമ്മ? കഞ്ഞി അടുപ്പിട്ടിരിക്കണം ഷിജന്. ആ ഷിജന് നല്ല കഞ്ഞി തേങ്ങ അരച്ച് ചേർത്ത് ആ, അതെ അതെ. വീഡിയോക്കകത്ത് കാണിച്ചു തരാം. കുത്തരിയുടെ കഞ്ഞി തേങ്ങ അരച്ച് ചേർത്ത്. കൂട്ടുകാർ, എനിക്കെന്ന് വെച്ചെന്നാൽ ഒരു 7:30-8 മണിക്കുള്ളിൽ ഞങ്ങൾ ഫുഡ് കഴിക്കും. അതെനിക്ക് കഞ്ഞിയാണ്. ഇതേ കഞ്ഞി അടപ്പേ കിടക്കണം അല്ലേ? കാണിച്ചു തരാം. ഇതാണ് കണ്ട, തിളക്കുന്നതേ ഉള്ളു അല്ലേ? അത് കുത്തരിയുടെ ഉണക്കലരിയുടെ കഞ്ഞി അല്ലേ? പാൽപ്പായസം വെക്കണ അരിയുടെ കഞ്ഞി അതിനകത്ത് തേങ്ങ അരച്ച് ചേർത്ത് കടുക് പൊട്ടിച്ച്. ഉലുവായിട്ട് ഇനി എന്നാണ് ശരണ്യ ഇടണ? അരച്ചു വെച്ച അരിഞ്ഞു വെച്ച ഉള്ളി ഉള്ളിയും കറിവേപ്പില കരിയപ്പ് ഉണക്കമുളകും നമുക്കിടാം. ഓ, ഞാൻ കൂടി ഓടാൻ പോകും ഇറച്ചി വരുമെന്ന്. സൂക്ഷിക്കണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. എപ്പോഴും നമ്മളെ ഒരു അപകടം പതുങ്ങിയിരിപ്പുണ്ടെന്നുള്ള ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അങ്ങനെ തന്നെ കേട്ടാ. ആർക്ക് വേണ്ടിയാ പറഞ്ഞു തന്നെ? ആ, ആ തന്നെ തീ കെടുത്തിയാ. അപ്പൊ കൂട്ടുകാരത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നെ മുളക് പൊടി ഇടണം. മുളക് പൊടിയൊക്കെ ഇടുവാ ഇതില്? ആണല്ലേ? ആ, എല്ലാരും ഇടിയാലെന്ന് തോന്നുന്നു. അപ്പൊ കൂട്ടുകാരെ, ശരണ്യ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടാ. അതെ. അപ്പൊ കൂട്ടുകാർ, ഈ ശരണ്യ ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് ചെയ്തേച്ചു. അതിന്റെ അഭിപ്രായം കമന്റ്. അതെ, ആ ആ, കണ്ടാ? മോര് കാച്ചിയ വീഡിയോ കണ്ടാ കൂട്ടുകാരെ? ഇതാണ് ശരണ്യയുടെ സ്പെഷ്യൽ മോര് കാച്ചിയ. ശരണ്യ, ഇതെന്താണ് ഈ നാരക്ക എടുത്തിരിക്കണത് കൈ? മീൻകറിയില്ലേ, നമ്മള് വാഴയില ഇട്ട് മൂടി വെക്കാൻ വേണ്ടിയാ. നമ്മുടെ പാത്രമെല്ലാം ഉണ്ട് ശരിയാ, പക്ഷെ എനിക്കൊരു തൃപ്തിയും ഒരു സന്തോഷം വാഴയില ഇട്ട് ഇത് കെട്ടി വെക്കണതല്ലേ? കെട്ടി വെക്കാം. അപ്പൊ നമുക്ക് മീൻകറി കാണണ്ടായോ? കൂട്ടുകാരെ കണ്ട, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നിക്കുകയാണല്ലേ? നല്ല മീൻ്റെ മണമുണ്ട്. കൂട്ടുകാരെ, ഈ ചുമന്നിരിക്കുന്ന വേറെ ഒത്തിരി മുളക് പൊടിയായിട്ടല്ല, നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. കൂടുതലായിട്ട് കാണുന്നത്. അതെ അതെ അതെ. ആ, ശരണ്യയുടെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം. ശരണ്യ പറഞ്ഞു വാഴയില കൊണ്ട് കെട്ടി വെക്കണം. ഇഷ്ടത്തിന് വാഴയില കൊണ്ട് കെട്ടി വെക്കട്ടെ. വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ കെട്ടണം. നാര് കൊണ്ട് തന്നെ കെട്ടണം. എന്നാ നമുക്ക് കെട്ടാം. വാഴയില പിന്നെ എന്തിനും അമ്മ കൂട്ടു നിക്കുകയല്ലേ? ആണല്ലേ? ശരണ്യയുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടം. നല്ല രസമായിരിക്കും തുറക്കുമ്പോഴല്ലേ? അതെ അതെ. കെട്ടട്ടെ? ആ, കെട്ടിക്കോ. കെട്ടിയല്ല, ഒരു കെട്ടുകൂടി കെട്ടി വെച്ചേരി. അഴിഞ്ഞു പോകത്തില്ലേ? ആ, ഇതാണ് കൂട്ടുകാരെ കണ്ട, അങ്ങനെ ചൂരക്കറി ഇണക്കി. അതെ അതെ അതെ. നാളെ ചട്ടിച്ചോറ് തിന്നാനായിട്ട് ഇപ്പോഴേ തയ്യാറെടുപ്പ്. അതെ. പിന്നെ അതുപോലെ കൂട്ടുകാരെ, ഞങ്ങള് തിരുവനന്തപുരത്ത്
ശനിയാഴ്ച. അതെ. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ പോകുമ്പോ അമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അമ്മ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ തനിയെ ഇത്ര അകലെ വരെ പോയിട്ടില്ലാത്ത കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു വിപിനുള്ള കാരണം ഒരു സമാധാനമുണ്ട്. അതെ. പിന്നെ മഹേഷ് ചേട്ടനും ഉണ്ട്. മഹേഷ് ചേട്ടന് അമ്മയായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് അമ്മ മഹേഷ് ചേട്ടന്റെ പേര് പറയാത്തത്. അതെ. ചേർത്തലേന്ന് ട്രെയിൻ. അപ്പൊ നമുക്ക് അവിടെ ചെമ്പോ അവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. എടുക്കാൻ പറ്റുന്നില്ല, എടുക്കുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ബാക്കി നാളെ വീഡിയോ കേട്ടോ. കറികളെല്ലാം വെച്ചിട്ട് നാളെ കാണിച്ചു തരാം. ഇന്ന് മീൻകറി മോരും കൊണ്ട് നിർത്തി. അപ്പൊ ഇനി ഒന്ന് നേരം വെളുക്കാൻ കാത്തിരിക്കുകയാണ് ശരണ്യ അല്ലേ? കൂട്ടുകാരെ ഇപ്പൊ സമയം 10:00. രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. ഇനി എന്റെ ചട്ടിച്ചോറിന്റെ പരിപാടിയിലേക്ക് പോവാം. ഇപ്പത്തേക്ക് ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കാൻ പോവാം. അപ്പൊ ഇന്ന് ബീട്രൂട്ടും പിന്നെ എന്നൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്? ഇന്ന് ബീട്രൂട്ടും ചെമ്മീൻ ചമ്മന്തിയും മുട്ട പൊരിച്ചതും മെഴുക്ക് വരട്ടി നോക്കട്ടെ. ഇന്ന് സമയം കിട്ടുമെങ്കിൽ വെക്കും, അല്ലെങ്കിൽ ഇവർക്ക് സെയില് പോകേണ്ടി വരും. അപ്പൊ അത്രയും സമയം കാണത്തില്ല. അപ്പൊ ഇത്രയും കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പൊ ഞാനിനി ഇത് അരിഞ്ഞ് തോരൻ വെക്കട്ടെ. ആ തൊലി ജീവണ സാധനം കൊണ്ട് ചീവിയാ മതിയായിരുന്നല്ലോ. എനിക്കിതാ ഇഷ്ടം. എനിക്ക് ആദ്യം ചെയ്യുമ്പോൾ തൃപ്തിയല്ല, അത് കൈ കൊണ്ട് വലിക്കാൻ പാടാണല്ലേ? വലിക്കാൻ എനിക്കറിയാം, എനിക്കതിഷ്ടമല്ല. നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. ഇതാകുമ്പോ നമ്മുടെ തോലി പൈകി അവിടെ ഇരിക്കോട്ടെ. ഇതാകുമ്പോ അവിടെ ഒന്നും ഇരിക്കത്തില്ല. കണ്ടോ? അപ്പൊ കൂട്ടുകാരെ, ഇന്നലെ ഞാൻ വെച്ച ചൂരക്കറി അതുപോലെ ഇരിപ്പുണ്ട്. കണ്ടോ? സെറ്റ് ചെയ്ത് പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ് അല്ലേ? കാച്ചിയതൊക്കെ അതെ കണ്ടാ. ഇതൊക്കെ ചട്ടിച്ചോറ് സെറ്റ് ആകുമ്പോഴേ പൊട്ടിക്കുള്ളൂ അല്ലേ? കൂട്ടുകാരെ ഇതേ കണ്ട, ഒരാൾ ബീട്രൂട്ട് കൊത്തി തീരാൻ പോണ് അല്ലേ? തീരുന്നു. ഈ ബീട്രൂട്ട് വലിയ സംഭവമാണ്, ഭയങ്കര പാടാണ്. എനിക്ക് ഏറ്റവും കുറവുള്ള സാധനം ബീട്രൂട്ട്. അത് കാരണം എൻ്റെ പുറത്ത് വന്നിരുന്നാന്ന് കൊത്തണം. കാരണം ഇവിടെ ഇരുന്ന റോട്ടിൽ കൂടി പോണ പരിചയക്കാരോടൊക്കെ വർത്താനവും പറയാം അല്ലേ? വിളിക്കുകയും ചെയ്യും. അപ്പം കൂട്ടുകാരെ, ശരണ്യ 2 പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം തോരൻ വെക്കാനാണെന്നാണ് തോന്നണത്. മീൻ വറുക്കാനുണ്ടല്ലോ. അപ്പോൾ രണ്ടിന് ഇത് ചട്ടി ചൂടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോരൻ മക്കളൊക്കെ സിമ്പിൾ പരിപാടിയാണല്ലേ? അരിഞ്ഞു കിട്ടണത് പാട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഉപ്പ് ഇട്ട് തവി വേണ്ടേ? അപ്പോൾ കൂട്ടുകാരെ, ശരണ്യ മീൻ വറുക്കാനും തുടങ്ങിയല്ലേ? ഇന്നലെ മുളക് വരട്ടി വെച്ചായിരുന്നു. അങ്ങനെ 2 അടപ്പയിലായിട്ട് ശരണ്യ ഇന്നത്തെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അതിനി എന്തിനാ? മുട്ട വറുക്കാനാ? മുളക് പൊടി, സവോള, തേങ്ങായി ഇട്ടാണോ മുട്ട വറുക്കണത്? തേങ്ങായും ചേർക്കുമോ മുട്ട വറുക്കാൻ? ചേർക്കും. അങ്ങനെ ശരണ്യ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അല്ലേ ശരണ്യ? വീഡിയോ എടുക്കുന്ന അറിഞ്ഞില്ല ഞാൻ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് വലിയൊരു മുട്ടയായിട്ട് എടുക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം മുട്ട. അപ്പൊ നമുക്ക് 4ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി. ശരി. മുട്ട അടിച്ചു വെച്ച് തോരൻ എന്തോ നോക്കാൻ പോവാം. അതെ.
അതുപോലെ മീനൊക്കെ മറിച്ചൊക്കെ ഇട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വെന്തല്ലേ? ഇത് വേണം. ആ ഇനി എന്നാണ് അതിൽ അരപ്പ് ചേർക്കണം അല്ലേ? ഇനി അരപ്പ് ചേർക്കണം. തേങ്ങ മൊത്തം ഇതിനകത്ത് എന്താണ്? അതൊരു ചമ്മന്തി കൂടെ അമ്മ തിരുമ്മി വെച്ചിട്ട് മറ്റേ ചെമ്മീൻ ചമ്മന്തി. തിരുമ്മി വെച്ചിട്ട് പോതാ. ഇനി മഞ്ഞപ്പൊടി ഇടണം അല്ലേ? മഞ്ഞപ്പൊടി ചിലവിടത്തില്ല, നമ്മളിടും. തേങ്ങ സാധാരണ എല്ലാവരും ഒതുക്കിയാണല്ലോ ചേർക്കണം. ഇങ്ങനെ ഒതുക്കി ചേർത്താൽ രുചിയില്ല, വെള്ളം പോലെ കിടക്കും, കുഴഞ്ഞു കുഴഞ്ഞു. ഇതാകുമ്പോ ഇങ്ങനെ ഉതിർന്ന് കിടക്കും, ഇട്ട് കിടക്കും. ശരണ്യ, അടുത്തത് എന്തിനാണ് വെച്ചിരിക്കുന്നത്? മുട്ടയെ വറുക്കാൻ. പിന്നെ ഇപ്പൊ 3 അടപ്പാണോ വർക്ക്? അല്ല, ഇത് ഓഫാ. ആണല്ലേ? ഇത് ഓഫാ. ഇതിപ്പോ ഓഫാക്കും. വെള്ളം ഇച്ചിരി പറ്റാതെ അത് ഓഫ്. തോരൻ റെഡി ആയിട്ടുണ്ടല്ലേ നമ്മുടെ? എനിക്ക് കരിയപ്പെട്ടില്ല, കരിയപ്പേട്ടെ. ശരണ്യ, എന്താ ഇതെന്താണ്? ഇതാണ് മറ്റേ തൈര് മുളക്. തൈര് മുളക്. അതും ഉണ്ടായി കൂടെ. ആ പൊളിച്ചല്ല. എല്ലാ വളകളും. ഇനി ചെമ്മീനുണ്ട്. ചെമ്മീൻ ചമ്മന്തി അല്ലേ? ചമ്മന്തി. അപ്പൊ കൂട്ടുകാരെ കണ്ട 3 അടപ്പിലായിട്ട് ശരണ്യ മീൻ വറുത്തത്. അതെന്താ തോരൻ ഇളക്കിയിട്ടില്ലേ? ഏതാ ഇതിട്ടിട്ട്? അയ്യനെ ഇളക്കിയില്ല, മറന്നുപോയി. മറന്നുപോയ 3 കാര്യമാണ് ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരിക്കണം. കൂട്ടുകാരെ ഓർക്കും അമ്മ എന്തെന്ന്. അമ്മയും അച്ഛനും ധൃതിക്ക് പാക്കിംഗ് ആണ്. കാരണം ഉച്ചക്കെങ്കിലും ഒത്തിരി കടകളിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. നമുക്കല്ലാതെ ഒരു ഓർഡറുണ്ട്. അപ്പം അതൊക്കെ ചെയ്യണമായിരുന്നു. കാരണം ശരണ്യ ഒറ്റക്കാണ് ഇന്ന് അടുക്കള കയറിയിരിക്കുന്നത് അല്ലേ? പിന്നെ അമ്മ തേങ്ങ ചെരണ്ടി കൊടുത്ത്. അതെ. അപ്പം അതുകൊണ്ടാണ് അമ്മ എവിടെയെന്ന് എല്ലാവരും ചോദിക്കരുത്. അമ്മയും അച്ഛനും പാക്കിങ്ങിലാണ്. നമ്മുടെ മുട്ടക്കുള്ളത് റെഡിയാക്കി വെച്ചിരിക്കുക. സവോള മുളക് വറുത്ത് തന്നെ വെച്ച് മുട്ടയും മുളക് വറുത്തതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ മുട്ട ചെയ്തോണ്ടിരിക്കുക. ശരണ്യം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ മുട്ട വറുക്കണതിൻ്റെ കൂടെ അല്ലേ? എന്താ കൂട്ടുകാരെ, അടിപൊളിയായിട്ട് അങ്ങനെ വറുത്തോണ്ടിരിക്കുക വലിയ രീതിക്ക്. സാധാരണ ഇതൊരു പരന്ന ഇതിലാണ് വറുക്കേണ്ടത്. ശരണ്യ പിന്നെ ചട്ടിയിൽ മറ്റേത് കൂടി ചെയ്ത കൂടെ ചെയ്തു. വേറെ പാത്രം വേറെ കഴുകട്ടെ, അതുകൊണ്ട് ഇത്രയും എടുത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് പാത്രത്തിലാക്കട്ടെ. അപ്പൊ ഇത് ഇളക്കിയല്ലേ? ഇതിളക്കി അതിന്റെ ഇടയ്ക്കോട്ട് താട്ടം. ഈ പാത്രമൊക്കെ നമുക്ക് കഴുകി ചെയ്യുന്ന കാര്യം അപ്പൊ തീർക്കണം അല്ലേ? അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോ കൊറേ പാത്രമാവും. മറിച്ചിടാൻ പോയാണല്ലേ? മറിച്ചിടാൻ പോലെ. കണ്ടാ കൂട്ടുകാരെ, ശരണ്യ മറിച്ചാറ്. ഞാൻ ഓർത്തത് അങ്ങനെ കറക്റ്റായിട്ട് മറിക്കാൻ പറ്റുവാന്ന്. ഞാൻ എപ്പോഴും മുട്ട കൊടുത്താ ഈ പാത്രത്തിലാ വറക്കത്തുള്ളൂ. ആണല്ലേ? കൂട്ടുകാരെ, ഞാൻ ചെമ്മീൻ വറുത്ത എന്റെ പണി തീർന്നു. അതിനാണ് അടുത്ത പാത്രം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പാത്രം കൊണ്ട് വെച്ച് അന്ന് വറുത്തിട്ടാ അങ്ങനെ മുട്ട റെഡി. ശരണ്യയുടെ അടിപൊളി മുട്ടയാണ്. ശരണ്യ, ഇതാണോ നമ്മുടെ ചെമ്മീൻ? നക്കച്ചെമ്മീൻ. കുറച്ച് ചെമ്മീനേ ഉള്ളൂ. അപ്പൊ ഞാൻ കഴുകി എടുത്തിട്ട് വറക്കാം. അപ്പൊ കഴുകി എടുത്തല്ലേ? കഴുകി എടുത്ത് നമുക്ക് എങ്ങനെ ഒഴിക്കണ്ട. കാരണം ഇത് ആ വെള്ളമൊക്കെ പറ്റണം അല്ലേ? വെള്ളം പറ്റണം. ചെമ്മീൻ വറുത്താണ്ടിരിക്കുകയാണ് ശരണ്യ. അല്ല, ചെമ്മീൻ നമ്മൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എല്ലാ വീട്ടിലും? അതെ അതെ, എല്ലായിടത്തും ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഇണക്കാൻ എല്ലാവർക്കും അറിയാവുന്ന. പിന്നെ ഓരോരുത്തരും ഓരോ ഇതായിട്ട് ഇണക്കുന്നത്. നമ്മൾ ഇണക്കുന്ന പോലെ എല്ലാവർക്കും വേറെ ചെയ്യുന്നത്. നമ്മൾ ചെമ്മീൻ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് തേങ്ങായിട്ട് ചമ്മന്തിയായിട്ട് കാണിച്ചു തരാം. അപ്പൊ കൂട്ടുകാരെ, എനിക്ക് അച്ഛൻ മേടിച്ചു തന്ന ചട്ടിയ
എനിക്ക് ചട്ടിച്ചോറ് തിന്നാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ അച്ഛൻ അതിനെന്താ നമുക്ക് വീട്ടിൽ മേടിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കി തിന്നാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അച്ഛനൊരു നല്ലൊരു ചട്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂട്ടുകാരെ ശരണ്യ എല്ലാം കറിയെല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളെ വാഴയില. ആ വാഴയിലൊക്കെ വാട്ടി ഇതിൻ്റെ അകത്ത് അല്ലേ? ആ നമുക്ക് കുറച്ച് ചോറിടണം. ആ അപ്പൊ ചോറ് എടുക്കണമെങ്കിൽ അവിടെ നിന്ന് ശരണ്യക്ക് പൊക്കാൻ പറ്റുവാ? അല്ലെങ്കിൽ അമ്മേനെ വിളിക്കാം. അമ്മ പാക്കിങ്ങിലാണ് അല്ലേ? പാക്കിങ്ങിലമ്മ. അപ്പൊ ഞാൻ എടുക്കുന്നില്ല, അമ്മ ചോറെടുത്തരും. അമ്മേ എന്തോ വാ, അച്ഛൻ വന്നുണ്ടെന്നാ പറഞ്ഞ. ചോറിടമ്മ. അച്ഛനെ പാക്കിങ് തിരക്കിലാണ്. ഇതാണ് നമ്മുടെ ചോറിന്റെ തവി. ആ ഇതാണ് തവിയല്ലേ? കൂട്ടുകാരെ ഇതിൽ അച്ഛനെ കണ്ടില്ലെന്നും പറഞ്ഞ് ആരും പിണങ്ങരുത്. അച്ഛൻ പാക്കിങ്ങിലായ കൊണ്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്ക് സെയിൽ പോകേണ്ടതാണ്. അത് കാരണം തിരുത്തിയിട്ട് പാക്ക് ചെയ്യായിരുന്നു. അതെ അതെ. എന്നാൽ ശരണ്യനെ സഹായിക്കാൻ പറ്റിയില്ല എനിക്ക്. അതെ ഇന്നലെ മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. മതിയാ ശരണ്യക്ക്? 2 പേർക്കും കൂടെയാ. നമുക്ക് 2 പേർക്കും കൂടിയാ? ആഹാ. ആ അപ്പൊ അങ്ങനെ ചോറ് അത്ര മതി. ഒത്തിരി നിറച്ച് ചോറൊക്കെ ഇട്ടെന്ന വെറുതെ വേസ്റ്റായി പോകും അല്ലേ? ചോറ് എങ്ങും കൊണ്ടേ കളയരുതെന്ന്. ഉപ്പ്. ആ ഇപ്പൊ കുട്ടികളെ അടിപൊളി ചമ്മന്തി കാണിച്ചേ. കണ്ട ചെമ്മീൻ ചമ്മന്തിയാണ് ഈ ചമ്മന്തി. കാണുന്നത് അപ്പൊ അല്ലേ? നമുക്ക് ഇതിൽ ഇച്ചിരി മുറിക്കാം. ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി വെച്ചിട്ടുണ്ട്. എന്നാണ് ശരണ്യ? 2 ഉണക്കമുളക് വെക്കാൻ പോവാ. ആ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ദേ അച്ഛ, എന്തായി ദേ ശരണ്യ ചെയ്യുന്നത് കണ്ട? ശരണ്യയുടെ ചട്ടിച്ചോറല്ലേ? ചട്ടിച്ചോറ്. അപ്പൊ അതെ കൂട്ടുകാരെ, ഉണക്കമുളക് വെച്ച് അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതെ, പിന്നെ അതുകൂടാതെ ബീട്രൂട്ട് അല്ലേ? തോരൻ. ആ തോരൻ. അപ്പൊ ചോറ് ഇത്ര മതിയാ? ചോറ് ഇത്തരം അയ്യോ, 2 പേർക്കുള്ള ചോറ്. ഇതെന്താണ് ഇത്? അയ്യോ, ഇതാണ് ആഹാരം കഴിക്കത്തില്ല. പേരുള്ളു ചട്ടിച്ചോറെന്ന് പേരുള്ളു. ശരണ്യ ആഹാരം കഴിക്കലൊക്കെ കുറവാണ്. ഇനി അടുത്ത തന്നെയാണ് ശരണ്യ. വേഗം വേഗം മീൻ വറുത്തത്. ഇത് മീനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇച്ചിരി അടിപൊളിയാണല്ല. പിന്നെ കാര്യമായിട്ടാണല്ലോ ആഹാരം കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ വേറെ ഉണ്ട്, ഇന്ന് ഇച്ചിരി കറിയെങ്കിലും ഉള്ളിൽ ചെല്ലും. അതെ അതെ അതെ. അതാണ് അതാണ് കാര്യം. മീൻ വറുത്തത് വെച്ചിട്ടുണ്ട്. 2 പേർക്കാ. 2 പേർക്കുള്ള ചോറാണ്. പക്ഷെ വറുത്തത് എനിക്കല്ല, അത് അച്ഛനും അമ്മക്കും കൂടി ഉള്ളതാണ്. ശരണ്യ പാത്രത്തിൽ വെച്ച് കാണിച്ചെന്നേ ഉള്ളു അല്ലേ ശരണ്യ? ഇവർ കൊടുക്കാതിരിക്കത്തില്ല, കൊടുക്കും. അല്ല മോര് പറയാ മീൻകറി എടുത്തു. മോര് അടിപൊളി മോരാണ്. അതെന്നാണ് തീർക്കണം? ഏത്തപ്പഴം. എന്റെ പൊന്നി, ഏത്തപ്പഴമൊക്കെ ഇട്ടാണ് അടിപൊളി. ഏത്തപ്പഴമായിട്ടാണ് മോര് കാച്ചത്. മുട്ട പൊരിച്ചത്. അല്ല മീൻകറി എടുത്തു. എന്നിട്ട് മീൻകറി. മീൻകറി വെക്കാം. അപ്പൊ മീൻകറി പൊട്ടിക്കുന്ന കാണിച്ചില്ലല്ലോ. അതെ അതെ. ഇങ്ങോട്ട് വെക്കാം. അമ്മ വെച്ച് എടുക്കും. അപ്പൊ കൂട്ടുകാരെ, ഇനി ഇതിൽ മീൻ കറിയും കൂടി വെക്കുമ്പോ ഏകദേശം ഫില്ലാകുമെന്ന് തോന്നണത്. അമ്മതെ മീൻകറി പൊട്ടിക്കാൻ പോയി. ആ പൊട്ടിക്ക് അച്ഛ. ഇതൊക്കെ കണ്ട ഇങ്ങനെയൊക്കെ കെട്ടി കുട്ടിയൊക്കെ വെച്ചിട്ട്. അതെ അതെ അതെ. ആ പൊട്ടിച്ചോ. കണ്ട അടിപൊളിയായിട്ട്. അപ്പൊ അതിനൊരു ഇത് കൂടി എടുക്കുക, തവി. അപ്പൊ ശരണ്യ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വെക്കുന്നുണ്ട്. ആ ഒരു ചെറിയ പീസ് വെച്ചു. അച്ഛൻ്റെ വായ കൂടെ കപ്പലോടുന്നു. അച്ഛനോട് പറഞ്ഞതാണ്. അച്ഛനോടും അമ്മയോടും പറഞ്ഞ ചട്ടിച്ചോറ് നിങ്ങൾക്ക് കൂടി
ചെയ്യട്ടെ എന്ന്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ചട്ടിച്ചോറ് വേണ്ട, അവർക്ക് മുറിച്ച് വെച്ചാൽ മതി. ഒരു പകുതി പീസായിട്ട് കട്ട് ചെയ്യുക. കുറച്ച് ശരണ്യ ഇത് തിന്നിയല്ല, ഇല്ല ചട്ട കലപ്പിച്ചാത്തി തന്നെ ആ ചട്ടകം മതി. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് മാത്രല്ല ഇവർക്ക് കൂടെ വറുത്ത് കേട്ടോ. അതെ അതെ. അപ്പൊ അത് കൂടി വെച്ച് ചട്ടിച്ചോറ് റെഡിയായി. അപ്പൊ ഇത്ര ഐറ്റാണ് കൂട്ടുകാരെ ചട്ടിച്ചോറിന്റെ അകത്ത്. ചോറ് കാണാൻ പറ്റുന്നില്ല. ചട്ടിച്ചോറ് തിന്നാ ചട്ടിച്ചോറെന്ന് പറഞ്ഞാൽ എന്തായാലും ചോറ് ഇത് കാണണ്ടേ. അതെ 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 അതെ. വേണ്ട വാഴയില ഇപ്പൊ തന്നെ കഴിച്ചുകൂടി കാണിക്കണ്ടേ കൂട്ടുകാരെ. ആ കാര്യമൊന്നുമില്ല, മനസ്സിലായി എന്റെ സഹോദരങ്ങളെ കാര്യം മനസ്സിലാക്കണം. ഇച്ചിരി വിശപ്പ് വരാനുണ്ട്, അതാണ് ശരണ്യ പറഞ്ഞത് ഇത് പിടിക്കട്ടെ എന്ന് പറഞ്ഞ മനസ്സിലായി. ശരണ്യക്ക് ഇച്ചിരി വിശപ്പ് വരാനുണ്ട്, അതാണ് വീണ്ടും കെട്ടിവെക്കുകയാണ്. വേറെ ഇതിനെടുത്ത് പുറത്ത് മൂടിയാവും. അതെ 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 അതെ. ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. അതെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ അന്നേരവും പറഞ്ഞ് നമുക്ക് വേണ്ട ശരണ്യ കഴിക്കട്ടെ, ശരണ്യ ചട്ടിച്ചോറ് കഴിക്കണതാണ് ഞങ്ങളുടെ സന്തോഷം. നമുക്ക് ഇവിടെ ചട്ടിയുണ്ടല്ലോ, ഒരെണ്ണം വേണേ സെറ്റ് ചെയ്തേക്കാം നമുക്ക്. അല്ല വേണ്ട, ഇനിയിപ്പോ അതിന് നമുക്ക് ഇച്ചിരി വർക്ക് കിടക്കണം, അതൊക്കെ വാരി തീർക്കണം, ഒട്ടിക്കണം. പിന്നെ ടൈം പോയി കഴിഞ്ഞാൽ അത്ര. അപ്പൊ നമുക്ക് പ്ലേറ്റിൽ കഴിക്കാം, നിങ്ങൾ രണ്ടും കൂടി ചട്ടിച്ചോറ് കഴിക്കുക. അത് സന്തോഷം വേറെ. നിങ്ങൾ ഇത് കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ സന്തോഷം വേറെ. കേട്ടാ. അപ്പൊ ശരണ്യാണ് ഇതിനകത്ത് താരം. ആ ശരി. ഇത്ര കറിയൊക്കെ ഉണ്ടാക്കി എടുത്ത് ഇന്ന് അമ്മയെ ഒത്തിരി സഹായിച്ചെന്ന് പറയാൻ പറ്റില്ല. അമ്മക്ക് ഇവിടെ ഇന്നലെ ഇന്നലെ വൈകുന്നേരം സഹായിച്ചു. ഇന്നെന്ന് പറഞ്ഞ അടുക്കളയിലായിട്ട് അമ്മ വന്ന രീതി എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്റെ പലകാലത്തിന്റെ വർക്കിലായിരുന്നു. കാരണം ഇന്ന് പാക്ക് ചെയ്യണം, ഇന്ന് നേരത്തെ കൊണ്ടുപോകണം, ആ വർക്കിലായിരുന്നു. അതുകൊണ്ട് ശരണ്യ തന്നെ ഇന്ന് എല്ലാം ചെയ്ത് വെച്ച് ഇതെങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കും അറിയാൻ പറ്റും. പറയണം എന്നാലും ഏത് കേസ് നടത്തിയത് ഇതൊക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ, സമ്മതിച്ചു കേട്ടാ ഞാൻ. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ചട്ടിച്ചോറ് കഴിക്കുക. മതി മതി മതി. നമ്മള് ചോറെല്ലാം പിടിച്ചിരുന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ആ അങ്ങനെ ശരണ്യയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ചട്ടിച്ചോറ് തിന്നെ. അതെ 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 അതെ. അപ്പൊ കൂട്ടുകാരെ ഞാൻ ചട്ടിച്ചോറ് കഴിക്കാൻ പോവാ, കാണിച്ചു തരാം. ഇങ്ങനെ പഴത്തിന് ഇച്ചിരി എടുക്കണം, ബീട്രൂട്ടിന് ഇച്ചിരി എടുക്കണം, ചമ്മന്തി എടുക്കണം, മുട്ട, മീൻകറി, മീൻ വറുത്തത്, പിന്നെ നമ്മൾ ഉണക്കമുളി ഇത് ഇച്ചിരി ഇങ്ങനെ വെച്ച് എഴുതണം. ഉപ്പൊക്കെ ഇട്ടതാണല്ലോ, കുഴക്കണം. കുഴച്ച് കഴിയുമ്പോ ഞാൻ ഉരുള കൊടുക്കണം. എല്ലാവർക്കും കൊതി വരുന്നുണ്ടല്ലേ? എന്താ കാണിച്ച ഉരുള? ഇതാർക്കറിയോ? നമ്മുടെ അച്ഛന്. ആദ്യം അച്ഛന് കൊടുക്കുക. അച്ഛന് കൊടുക്കുക. ചട്ടിച്ചോറ് എല്ലാരും തിന്നണ്ടായോ? അതെ 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 അതെ. പിന്നെ അച്ഛന് അതല്ലേ അതല്ലേ നമ്മുടെ സന്തോഷം. അടുത്തത് അടുത്തത് അമ്മക്കാണ്. അതുപോലെ തന്നെ പഴത്തിന്റെ ചേർത്ത് ചമ്മന്തി. ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തി. ചെമ്മീൻ വെച്ചേർക്ക. അമ്മയും വന്നിട്ടുണ്ട്. അടുത്തത് അമ്മയ്ക്കുള്ളതാണ്. ശരണ്യ അച്ഛ പ്രതീക്ഷിച്ചതാണ് ശരണ്യ ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ ഉരുട്ടിയെടുത്തപ്പോൾ ഓർത്തത്
സൂപ്പറാണ് അതാ. അതെ 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 ക്യാമറമാൻ. ആ ആണോ എന്നാ നമുക്ക് 2 പേർക്കും കൂടി ഇരിക്കാം. അന്നാ വാ. ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചട്ടിച്ചോറ് തിന്നാം. അതെ 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 അമ്മ ഞാൻ വായിത്തരാം. അതാണ് ശരണ്യയുടെ സന്തോഷം അല്ലേ? അല്ലേ അപ്പൊ ഞാനും എടുക്കട്ടെ. ശരണ്യക്കാകുമ്പോ വറുത്തതാണ് ഇഷ്ടം. മീന് ഏത്തപ്പഴം വേണ്ടേ? പിന്നെ ചമ്മന്തി. അപ്പൊ എല്ലാം കൂടി ഉരുട്ടി കണ്ട. ഞാനൊരുത്തി പോലെ കൊടുത്തണം. ആ കണ്ട കൂട്ടുകാരെ. അപ്പൊ ആഹാ ഇതന്നെ ബർത്ത്ഡേ. സൂപ്പറാണ് കേട്ടാ. ചെമ്മീൻ ചമ്മന്തി എടുത്തു പറയാതിരിക്കാൻ പറ്റിയല്ല. അച്ഛൻ പറഞ്ഞ പോലെ സൂപ്പർ ഇതാണ്, അടിപൊളിയാണ്. ഇതെല്ലാം കൂടി ആകുമ്പോഴുണ്ടല്ലോ പറഞ്ഞ മനസ്സിലായില്ല. കാരണം നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടാ. കേട്ടാ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. പിന്നെ നിങ്ങൾക്കെല്ലാം സുഖമാണ്, ഞങ്ങൾക്കെല്ലാം സുഖം. അതെ. അപ്പൊ അടുത്ത വീഡിയോയിലായിട്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വരും. പിന്നെ അതുകൂടാതെ നാളെ ഞങ്ങള് പാചകമൊന്നും ഇല്ല കേട്ടാ. ഞങ്ങൾ സ്ഥലത്തില്ല. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയാണ്. നമ്മുടെ ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റിന്റെ കൂട്ടായ്മയായ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് നാളെ തിരുവനന്തപുരത്ത്. അപ്പൊ നാളെ ആ വീഡിയോയും കൂടി കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം.